പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ 15-16 പേജുകളായി തന്നിട്ടുള്ള ആദ്യത്തെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ പെയർ ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR എന്നിവ. ഇവയിൽ 2 സൈഡുകളുടെയും ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഈക്വലായി വരുന്ന സൈഡ്സും ആംഗിൾസും നമുക്ക് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. AB 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ട്രയാങ്കിൾ PQRൽ QR ആണ് 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നത്. അതിനെ രണ്ടിനെയും നമുക്ക് ഒരേ കളർ ഉള്ള ലൈൻസ് വെച്ച് കൂടാതെ ഒരേ സിമ്പിൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയാണ്. രണ്ടാമതായി ട്രയാങ്കിൾ ABCയിൽ 7 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ്സിനെ റെഡ് കളറും 2 ലൈനും വെച്ച് മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ PQRൽ PQ ആണ് 7 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ്. അതേ സിമ്പിൾ വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. കൂടാതെ ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A 40 ഡിഗ്രിയാണ്. അതിനെ 3 ചെറിയ ലൈൻസ് കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ PQRൽ അത് ആംഗിൾ Q ആണ് 40 ഡിഗ്രി ആയിട്ട് തന്നിട്ടുള്ളത്. അതിനെയും 3 ചെറിയ ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ 2 ട്രയാങ്കിൾസിലും 2 സൈഡ്സ് ആർ ഈക്വൽ. കൂടാതെ ഈ ഈക്വൽ സൈഡ്സ് ചേരുമ്പോഴുണ്ടാകുന്ന ആംഗിളും ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ ഈ 2 ട്രയാങ്കിൾസും SAS തിയറം സാറ്റിസ്ഫൈ ചെയ്തതിനാൽ അവ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകൾ താഴെ പറയുന്ന പോലെ എഴുതാവുന്നതാണ്. Consider triangle ABC and triangle PQR. AB equal to QR, AC equal to PQ, angle A is equal to angle Q. ഈ 3 വസ്തുതകളും നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്നതാണ്. Therefore, triangle ABC is congruent to triangle PQR using SAS theorem. SAS theorത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: If 2 sides of a triangle and the angle made by them are equal to 2 sides of another triangle and the angle made by them, then the triangles are said to be equal triangles. In equal triangles, the angles opposite to equal sides are equal and vice versa. അതിനാൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ ABCയിൽ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ CAയും ട്രയാങ്കിൾ PQRൽ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ PAയും ഒരേ സിമ്പിൾ കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ ABCയിലെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റായ ആംഗിൾ BAയും PQRലെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന Rനെയും ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. 2 ലൈൻ കൊണ്ടാണ് ഇവ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മോട് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടുള്ള എല്ലാ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ R, ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ P. രണ്ടാമത്തെ ചോദ്യം, ട്രയാങ്കിൾ LMN, ട്രയാങ്കിൾ XYZ എന്നിവ തന്നിട്ടുണ്ട്. ഇവയിൽ 2 സൈഡും ആംഗിൾസും തന്നിട്ടുണ്ട്. ഇത് ചിത്രത്തിൽ ഈക്വലായി വരുന്ന സൈഡ്സും ആംഗിൾസും ഒരേ സിമ്പിൾ കൊണ്ട് മാർക്ക് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ വരുന്ന LN എന്ന സൈഡിനെയും 4 സെൻറ്റിമീറ്റർ വരുന്ന XZ എന്ന സൈഡിനെയും ഒരേ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്തതായി 6 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ്സിനെ റെഡ് കളർ കൊണ്ട് 2 ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരേ മെഷർ വരുന്ന ആംഗിളായ ആംഗിൾ L, ആംഗിൾ Z 50 ഡിഗ്രി വരുന്ന ഈ 2 ആംഗിൾസിനെയും 3 ലൈൻ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ട്രയാങ്കിൾസും SAS തിയറം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. അതായത്
ഈ രണ്ട് ട്രയാങ്കിൾസിലും 2 പെയർ ഓഫ് സൈഡ്സ് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ ഈ സൈഡ്സ് ചേരുമ്പോഴുണ്ടാവുന്ന ആംഗിൾസും ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ താഴെ പറയുന്നത് പോലെ എഴുതാവുന്നതാണ്. കൺസിഡർ ട്രയാങ്കിൾ LMN ആൻഡ് ട്രയാങ്കിൾ XYZ. LM ഈക്വൽ ടു YZ ഈക്വൽ ടു 6 cm, LN ഈക്വൽ ടു XZ ഈക്വൽ ടു 4 cm, ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Z ഈക്വൽ ടു 50 ഡിഗ്രി. ഈ മൂന്ന് കാര്യങ്ങളും ചോദ്യത്തിൽ നമുക്ക് തന്നിരുന്നതാണ്. Therefore, triangle LMN congruent to triangle XYZ using SAS theorem. In equal triangles, the angles opposite to equal sides are equal and vice versa. അതിനാൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന 4 cm സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസായ ആംഗിൾ M, ആംഗിൾ Y എന്നിവയെ ഒരേ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. രണ്ട് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന LM, YZ എന്നീ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റായ ആംഗിൾ N, ആംഗിൾ X എന്നിവയെ രണ്ട് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 3 പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവയെ താഴെ പറയുന്ന പോലെ നമുക്ക് രേഖപ്പെടുത്താം. ചോദ്യത്തിൽ നമ്മോട് ആവശ്യപ്പെട്ട ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് ഇതൊക്കെയാണ്. ആംഗിൾ L ഇസ് ഈക്വൽ ടു ആംഗിൾ Z, ആംഗിൾ M ഇസ് ഈക്വൽ ടു ആംഗിൾ Y, ആംഗിൾ N ഇസ് ഈക്വൽ ടു ആംഗിൾ X. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ AC ആൻഡ് BE ആർ പാരലൽ ലൈൻസ്. ACയും BEയും പാരലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ? വൈ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ BC ആൻഡ് DE പാരലൽ? വൈ? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താനായിട്ട് ഇവിടെ കാണുന്ന രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ BDE ഇവ രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈക്വലായിട്ട് വരുന്ന സൈഡ്സിനെ നമുക്ക് ഒരേ സിമ്പൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ABC എന്ന ട്രയാങ്കിളിൽ 4 cm വരുന്ന സൈഡിനെ 1 ലൈൻ കൊണ്ടും BDE എന്ന ട്രയാങ്കിളിൽ 4 cm വരുന്ന സൈഡായ BDയെ 1 ലൈൻ കൊണ്ടും മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിലും 6 cm വരുന്ന ഓരോ സൈഡുണ്ട്. അവയെ 2 ലൈൻ കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ACയും BEയും പാരലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വസ്തുത ഉപയോഗിച്ചിട്ട് ആംഗിൾ A, ആംഗിൾ DBE ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവയെ രണ്ടിനെയും നമുക്ക് ഒരേ സിമ്പിൾസ് കൊണ്ട് മാർക്ക് ചെയ്യാം. മൂന്ന് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് സൈഡും അവയുടെ ഇടയ്ക്ക് വരുന്ന ആംഗിളും ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ SAS തിയറം അനുസരിച്ച് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ DBE എന്നിവ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DBE. AC ഈക്വൽ ടു BE, AB ഈക്വൽ ടു BD ഇത് രണ്ടും ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ EBD, AC പാരലൽ ടു BE, so corresponding angles are equal. Triangle ABC congruent to triangle DBE using SAS theorem. In equal triangles, the angles opposite to equal sides are equal and vice versa. ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ BDE ഇവയുടെ ഈക്വലായിട്ട് വരുന്ന ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് നമുക്ക് മാർക്ക് ചെയ്യാം.
ആംഗിൾ എയും ആംഗിൾ ഡി ബിയുമാണ് ഇവിടെ ഈക്വലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവയുടെ ഓപ്പോസിറ്റ് സൈഡായ ബി സി ഡി ഇ ഇവയെ ഒരേ സിമ്പൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്തതായി ഈക്വൽ പെയർ ഓഫ് സൈഡ്സ് ആയ 6 സെൻറ്റിമീറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ബി സി ആംഗിൾ ബി ഡി ഇ ഇവയെ ഒരേ സിമ്പൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. രണ്ട് ലൈൻ കൊണ്ടാണ് ഇവയെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ രണ്ട് വസ്തുതകളും നമുക്ക് ഇതുപോലെ രേഖപ്പെടുത്താം. ബി സി ഈക്വൽ ടു ഡി ഇ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ. ചോദ്യത്തിൽ നമ്മോട് ബി സി ഡി ഇ എന്നിവയുടെ നീളം തുല്യമാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് തുല്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. കൂടാതെ ബി സി ഡി ഇ ഇവ പാരലാണോ എന്നും ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ബി സി ഡി ഇ എന്നിവയെ എ ഡി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആംഗിൾ എ ബി സി ആംഗിൾ ബി ഡി ഇ ഇത് ഈക്വലായി വന്നിട്ടുണ്ട്. ഇവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വന്നതിനാൽ ഈ രണ്ട് ലൈൻസും ബി സി ഡി ഇ എന്നിവ പാരലായിരിക്കും. സിൻസ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ദ ലൈൻസ് ബി സി ആൻഡ് ഡി ഇ ആർ പാരലൽ. അടുത്ത ചോദ്യം, ഈസ് എ സി ബി ഡി ഇൻ ദ ഫിഗർ എ പാരലോഗ്രാം വൈ? ഇവിടെ എ സി ബി ഡി എന്ന കോഡിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി ഡി. ഇവയിൽ ഈക്വൽ പെയർ ഓഫ് സൈഡ്സിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരേ സിമ്പിൾസ് കൊണ്ട് എ സി ഡി ബി ഇവയുടെ അളവ് തുല്യമാണ്. 6 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അവയെ ഒരേ സിമ്പിൾ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. കൂടാതെ എ ബി എന്ന സൈഡ് രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആണ്. അതിനാൽ ഈ കോമൺ സൈഡിനെ നമുക്ക് രണ്ട് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. ഈ രണ്ട് സൈഡ്സിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ ബി എ സി, ആംഗിൾ എ ബി ഡി എന്നിവ. ഈ രണ്ട് ആംഗിളിനെയും നമുക്ക് 3 ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്യാം. രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 2 സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വലായിട്ട് വന്നിരിക്കുന്നു. അതിനാൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ നമുക്ക് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഈക്വൽ ടു എ ബി, കോമൺ സൈഡ്. എ സി ഈക്വൽ ടു ബി ഡി, ഗിവൺ. ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. That is also given to be 35 degree. Therefore, triangle ABC congruent to triangle ABD using SAS theorem. In equal triangles, the angles opposite to equal sides are equal and vice versa. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിനെ ഒരേ സിമ്പിൾ കൊണ്ട് മാർക്ക് ചെയ്യാം. 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ട് ട്രയാങ്കിൾ എ ബി സിയിൽ വന്നിരിക്കുന്നത് ബി സി ആണ്. 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ട് ട്രയാങ്കിൾ എ ബി ഡിയിൽ എ ഡി എന്ന സൈഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ 1 ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന എ സി ബി ഡി ഈ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമുക്ക് ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആംഗിൾ എ ബി സി, ആംഗിൾ ഡി എ ബി എന്നിവ ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. ബി സി ഈക്വൽ ടു എ ഡി, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. ഈ രണ്ട് ആംഗിൾസും
ബി സി എ ഡി എന്നീ ലൈൻസിനെ എ ബി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അത് ഈക്വലായിട്ട് വന്നിരിക്കുന്നു. അതിനാൽ ഈ രണ്ട് ലൈൻസും പാരലായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു എ സി ബി ഡി ഇവ ഈക്വലായിരുന്നു. കൂടാതെ ഈ രണ്ട് ലൈൻസിനെയും കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും കൂടി പാരലായിട്ട് വരുന്നുണ്ട്. സിൻസ് ദ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ദ ലൈൻസ് എ ഡി സി ബി ആൻഡ് എ സി ബി ഡി ആർ പാരലൽ. Since the two pair of opposite sides are equal and parallel, ACBD is a parallelogram. ഇതോടെ ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.